ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നോക്കി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മഴയാണ്. രാവിലെ തൊട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നല്ല കാറ്റും മഴ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല കാറ്റും ഉണ്ട് മഴയുടെ കൂടെ തന്നെ. അപ്പോൾ ഇതാ ഒരാളിവിടെ നല്ല ഈ ഒരു പെരും മഴയത്ത് നോക്കി നനഞ്ഞ് കുളിച്ചുകൊണ്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കണേ. ഏട്ടാ ഒരു ഹായ് കൊടുത്തേ. അപ്പോൾ ഇതാ ഏട്ടൻ നമ്മുടെ സുന്ദര കുട്ടപ്പനായിക്കൊണ്ടിരിക്കട്ടെ നമ്മുടെ വണ്ടിയിൽ. അപ്പം എന്നാലും ആൾ വണ്ടിയിൽ നിന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പം എന്നാലും ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകണം. എങ്ങോട്ട് വരുന്നത് നമ്മളിതാ മണ്ണർക്കാട് പോകട്ടെ. അപ്പം നമ്മുടെ ആമണിക്കുട്ടി ഞാനും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയതുകൊണ്ട് അഡ്വൈറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കഴുകാൻ വേണ്ടി പോകാമായിരുന്നത്. അപ്പോൾ നല്ല തണുപ്പും മഴയൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പോയാൽ കൂടെ നമ്മുടെ കുട്ടിക്കുറുമ്പി ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും കഴുകിയതായിട്ടും തീരാനായിട്ടോ പകുതിയോളം തീർന്നിട്ടുണ്ട്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നോക്കി ചീവീടിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടാണ് ചീവീട് കരയുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് നമ്മുടെ ചീവീടിൻ്റെ സൗണ്ടും അതേപോലെ നമ്മുടെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കിളികളുടെ സൗണ്ട് ആയാലും നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അറിയുന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ. എന്നാലും അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേ ഭയങ്കര തണുപ്പ്. നമ്മളൊരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ എടുത്തിരിക്കുക. അപ്പൊ ആവണിക്കുട്ടിയാണെങ്കിൽ മുറുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാരിയിട്ടിട്ടുണ്ട് ചായയുടെ അകത്ത് കൂടെ. ആവണിക്കുട്ടിക്ക് ഇങ്ങനെ മുറുക്ക് കഴിക്കണോ പൊന്നെ ഇഷ്ടം? അതുകൊണ്ട് പൊന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു കൊടുത്തേ. ചായ വേണമെന്ന് ചോദിച്ചേ. 2 കാലം ചെരുപ്പ് ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടോ ആളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാലും കുറേ നേരം ആയതുകൊണ്ട് തന്നെ ആള് ഒരു കാലത്ത് ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടില്ല. ഒരു കാലം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെരുപ്പ്. ഞാൻ ഇപ്പോൾ ചെരുപ്പ് ഇട്ട് ഇട്ട് കൊടുക്കണം. കട്ടൻ ചായയും മുറുക്കോട്ടോ ഗൈസ്. കട്ടൻ ചായയും മുറുക്കും ഈ ഒരു നല്ല തണുപ്പും കോടയൊക്കെ ഉള്ള ടൈമിൽ ഒരു പ്രത്യേക കോമ്പിനേഷൻ കേട്ടോ. ചൂട് കട്ടൻ ചായയാണോ? ഞങ്ങൾ 3:30 ആയപ്പോ തൊട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചേ. ഇതുവരെ ഇറങ്ങാനുള്ള സമയമായിട്ടില്ല. വണ്ടി വരാൻ നേരം കുറച്ച് ടൈം എടുത്ത് പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ചായ കുടിച്ചാൽ ഇറങ്ങുമായിട്ട് നമ്മുടെ ഡോഗിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. പൊന്നു എന്താ കഴിക്കണേ? എന്താ പാപ്പാന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പാപ്പാന്നറിയാം. എന്താണെന്ന് പറയാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അപ്പാപ്പാന്നറിയാം അല്ലേ? 4 മണിക്ക് എല്ലാവരും ചായ കുടിച്ചോന്ന് ചോദിച്ചേ. എല്ലാവർക്കും എന്താ ചായക്ക് സ്പെഷ്യൽ ഗൈസ്? അപ്പാപ്പ കൊടുക്കുവോ? അപ്പാപ്പ കൊടുക്കുവോ അവണി? ഞാൻ എന്താണ് ഈ കപ്പിൽ കുടിക്കുന്നത് 4 തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഏട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ചായ അങ്ങനെ കുടിക്കുന്നത് ഏറ്റവും ഇഷ്ടമായിട്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ചൂടുള്ള ചായ എത്ര തണുപ്പാണെങ്കിൽ പോലും ഒത്തിരി ചൂടുള്ള എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റാതെ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കപ്പിൽ എടുത്തിട്ട് കുറേ നേരം ആറ്റാൻ വേണ്ടി എടുത്താണ്. പിന്നെ ഞാൻ ഇതിനെ കുടിക്കാന്ന് വിചാരിച്ചു. ചൂടാക്കി ചായയാണല്ലേ അവള് തണുപ്പിച്ച് പച്ചവെള്ളം പോലെ ആക്കിട്ട്. അങ്ങനെയല്ല ഗൈസ്, ഒരുപാട് പച്ചവെള്ളം ആക്കില്ല. എന്നാൽ പോലെ എനിക്ക് ഒത്തിരി ചൂടോട് കൂടി കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷെ ഇതിനൊക്കെ പെട്ടെന്ന് ചായ നല്ല ചൂടോട് കൂടി എനിക്കൊക്കെ പെട്ടെന്ന് കുടിക്കും. പിന്നെ തണുപ്പത്ത് ചൂടോട് കൂടി കുടിക്കുന്നു. തണുപ്പത്ത് ചൂടോട് കൂടി കുടിക്കണം. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല അത്രയും നല്ല ചൂടോട് കൂടി കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കാമോ? ഇച്ചിരി കുടിച്ചോ. ഈ ഒരു തണുപ്പിൽ ചൂട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു ഉഷാറാണ്. എന്നാലും ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുടിച്ച് കഴിയാനായിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങുക. എങ്ങനെ ഏട്ടാ മുറുക്കായിട്ട് കുടിച്ചിട്ടുള്ള കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങനെ കുടിക്കാറുണ്ട്. അതുകൊണ്ട് അവണിക്കുട്ടി എന്തായാലും അവണിക്കുട്ടിയുടെ ഒരു പരീക്ഷണമാട്ടത്. കുഴപ്പമില്ല. പക്ഷെ ഏട്ടൻ്റെ ചായ നല്ല ചൂട്. എൻ്റെ ചായക്ക് ഇത്ര ചൂടില്ല. ഹായ് ആവണിക്കുട്ടി, ആപ്പിള് വേണോ ഒന്ന് പോകുമ്പോ? എന്താ വേണ്ടേ? ആപ്പിള് വേണോ? പോകുമ്പോ നിനക്ക് ആപ്പിള് വേണോ മാങ്ങ വേണോ? എന്താ വേണ്ടേ? മാങ്ങ വേണോ ആപ്പിള് വേണോ വേണ്ടേ? എന്താ മതി ഇതാട്ടോ ആള് പറയണത്. എന്ത് വേണ്ടേ? മാങ്ങയാണോ? ഇപ്പൊ പറയാനുള്ള ഗ്യാപ്പില്ല. 2 മുറുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിരിക്കുമെന്ന്. അമ്മ അപ്പാപ്പ് കഴിക്കുക അല്ലേ? അമ്മ കഴിക്കുക. ഗൈസ്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. എന്തോ എവിടെ പോവാ പൊന്നാ? ഉമ്പ് വേണോ? റോട്ടിലേക്ക് നല്ല ഉമ്പുണ്ടല്ലോ. വെള്ളം ഉമ്പ് മഴ പെയ്തിട്ടേ റോട്ടിലേക്ക് നല്ല വെള്ളം തന്നെ എടുക്കാം. ഇത്രയും നേരം നല്ല ഫോഴ്സിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയ ഒരു ടൈമില്. അപ്പൊ നല്ല തണുപ്പ് തന്നെയായിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ പോലും നമുക്ക് എന്തായാലും ഇനി പതുക്കെ പോവാം. അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോ വന്നത് ഒരു പകുതി എത്തിയിട്ട്, നമ്മുടെ റൂട്ടിൽ നിന്ന് ഒരു പകുതി എത്തിയിട്ട് നമ്മൾ ചുരമൊന്നും എത്തിയിട്ടില്ല. അതിന് മുന്നേ നമുക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ചുരം പോലത്തെ ഒരുപാട് വലിയ ഹെയർ പിന്നൊക്കെ ഇടാം.
നമ്മൾ കൽക്കണ്ടി ടൗണിൽ എത്തിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ നോക്കി ആ മേൽഭാഗത്തായിട്ടൊരു മല കണ്ടപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അട്ടപ്പാടിത്തെ വലിയ ഉത്സവമായ ശിവരാത്രിക്ക് വിളക്ക് തെളിയിക്കുന്ന ഒരു മലയാണ്. അപ്പൊ പകുതിയോളതാ മഞ്ഞ് കൊണ്ടുപോയിരിക്കും കേട്ടോ ഫുള്ള് ആ മലയുടെ മേൽഭാഗമൊക്കെ. അന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് വിളക്ക് തെളിയിക്കുമെന്ന് കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇതാ ഉറക്കമൊന്നും വന്നിട്ടില്ല കേട്ടോ. ആളിതാ കുറേ നേരം എടുത്ത കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. കൈയൊക്കെ പുറത്തായിരുന്നുണ്ട്, ഒരു വിധത്തിൽ കൈയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇടിപ്പിച്ചതാണേ. പിന്നെ ഇതെന്താ നോക്കണേ? ഇഷ്ടായോ പൊന്ന ഇവിടെയൊക്കെ? അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് അങ്ങനെ മഴ പെയ്താലും അങ്ങ് പെട്ടെന്ന് തന്നെ തോരുന്നൊരു ഭാഗമാണ്. അപ്പൊ എന്നാലും ഇവിടുത്തെ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും നോക്കി മാനം തെളിഞ്ഞു എന്നറിയില്ല, അതേ ഒരു അവസ്ഥയായിട്ട് ഇവിടെ എത്തിയപ്പോഴും നമ്മൾ ആ ഒരു മലയൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേനും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മഞ്ഞൊക്കെ ഇതങ്ങനെ, അതായത് ആ ഒരു കോട ഇങ്ങനെ നീങ്ങി പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. മാത്രമല്ല ഒരു മലയുടെ ഇടയിൽ കൂടി നോക്കി ആ ഒരു പാറയായാലും അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മരങ്ങളും എല്ലാം പാടെ ഒരു എന്താ പറയുക, പ്രകൃതി ഇത്രയും നല്ല അടിപൊളിയായിട്ടല്ലേ, എന്ത് രസമായിട്ടല്ലേ കാണുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരുപാട് കിഡിലൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു കിഡിലൻ ആംബിയൻസ് തന്നെയാണ് തന്നെ പറയാം. കാരണം നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. ഇവിടെ അടുത്തായിട്ട് ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ പോണത് ഈ കൽക്കണ്ടി വഴിയാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൽക്കണ്ടിയുടെ ആ ഒരു ഭാഗത്ത്, കൽക്കണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത സ്റ്റോപ്പിലായിട്ടും ഒരു എക്കോ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വിപുലമായ ഒരു അടിപൊളി ഷോപ്പ് നമുക്ക് മുക്കാലേക്ക് പറയുമ്പോൾ നമ്മുടെ അട്ടപ്പാടി ചുരമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു വലിയൊരു സിറ്റി തന്നെയാണ്. അപ്പം അവിടെയായിട്ട് നമുക്ക് ഒരു കിഡിലൻ എക്കോ ഷോപ്പ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അട്ടപ്പാടിയിൽ കിട്ടുന്ന എന്താ പറയുക പ്രകൃതിദത്തമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ ആ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കാട്ടുതേനായാലും അങ്ങനെ നമ്മുടെ ഇവിടെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും നമുക്ക് ആ ഒരു എക്കോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് മുളങ്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട്. നോക്കി ഒരു മുളയൊക്കെ നന്നായിട്ട് ഞാൻ വളർന്നങ്ങ് ഹൈറ്റിൽ പോയിരിക്കുവാണേ. ഈ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് മിക്ക ടൈമിൽ റോഡിൽ വെള്ളം കാണാറുണ്ടേ. മേളിൽ നിന്നൊക്കെ മലയിൽ നിന്ന് ഉറവിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കണം. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉറവകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇവിടുന്ന് ഉറവ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ, കുടിവെള്ളത്തിനൊക്കെ ഉറവ വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുമ്പോഴേ അതൊരു കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. കാരണം വരുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്, അത് ശരിയാണ്. എന്നാൽ പോലും നമ്മുടെ അട്ടപ്പാടി വിസിറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ടിനെയാണ് നമ്മുടെ അട്ടപ്പാടി. കാരണം അട്ടപ്പാടി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്പോട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി വരും. കാരണം ഒരുപാട് വ്യൂ പോയിന്റ് ആയാലും റിസോർട്ടുകളായാലും ഒത്തിരി നമ്മളെ വരുന്ന നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ വെറുതെ അല്ലോ. കാരണം അത്രയും കിട്ടിയ ആംബിയൻസിൽ ഒത്തിരി സ്പോട്ട് നമ്മുടെ അട്ടപ്പാടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്താണ് നമ്മളിതാ മുക്കാലി എത്തിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്, സ്പൈസി വേൾഡ് എന്ന് പറഞ്ഞ കേട്ടോ ആ ഒരു എക്കോ ഷോപ്പ്. ഇവിടെ വേറെ ഒരു സൈലന്റ് വാലി ഓർഗാനിക് എക്കോ ഷോപ്പ് കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേലേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ സൈലന്റ് വാലിക്ക് പോകുന്നത്. സൈലന്റ് വാലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും സൈലന്റ് വാലി എന്നുള്ള ആദ്യത്തെ കുരങ്ങന്മാരൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അവിടെ പോയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി വരും. കിട്ടിയ ആംബിയൻസ് ഒരു അടിപൊളി സ്പോട്ടിനാട്ടോ സൈലന്റ് വാലി ഒക്കെ. അങ്ങനെ നമ്മൾ മുക്കാലിന്ന് പതുക്കെ നമ്മുടെ ചുരത്തിലേക്ക് കയറിയിരിക്കും കേട്ടോ. ശബ്ദ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്ന കേട്ടോ നമ്മുടെ ഈ ഒരു സൈലന്റ് വാലി. നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെറുതിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിലൊക്കെ. എന്തായാലും സൈലന്റ് വാലി ഒക്കെ ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിസിറ്റ് ചെയ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും നിങ്ങൾ അട്ടപ്പാടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മിസ്സാവില്ല കേട്ടോ. അത്രയും കിഡിലൻ സ്പോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വീട് നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ അവിടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് നമ്മുടെ വീഡിയോസിലൂടെ ഞാൻ കുറച്ചൊക്കെ സ്പോട്ടുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇനിയും നമ്മൾ ഉൾപ്പെടുത്താത്ത ഒത്തിരി സ്പോട്ട് ഉണ്ട്. അപ്പോൾ എന്നാലും വരുന്ന വീഡിയോസിലൂടെ എന്താണ് ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെയൊക്കെ ആയിട്ട് നോക്കി ചെറിയ തട്ടുകടകൾ, അത് ഫുള്ള് നോക്കി ഓർഗാനിക് ആയിട്ടുള്ള ആ ഒരു മുളയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെറിയ പണ്ടത്തെ ആ ഒരു സ്റ്റൈലുള്ള തട്ടുകടയൊക്കെ അതൊരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പോലും പറ്റാത്ത ഒരുപാട് അപൂർവമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നമ്മുടെ അട്ടപ്പാടിയിൽ കാണാൻ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് അതിലൂടെയൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നമുക്ക് മനസ്സിന് തന്നെ ഒരുപാട് കുളിര് തരുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. മാത്രമല്ല അങ്ങനെ നമ്മൾ ചുരത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ ചുരം ഇറങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ എൻഡിങ്ങിലായിട്ട് നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് നമ്മുടെ ചുരത്തിന്റെ ഒരു പ്രോപ്പർ ആ ഒരു ചുരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നോക്കി ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് മൊത്തമായിട്ടങ്ങ് ചേഞ്ച് ആയിരിക്കും. കാരണം വരുന്നത് ചുരത്തിന് ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ മൂടുന്ന രീതിയിലുള്ള രണ്ട് സൈഡിൽ ഇങ്ങനെ
എന്താ പറയാ, രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ വനങ്ങളാണ് കേട്ടോ. അതായത് രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു റോഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ എന്താ പറയാ, ഒരു വലിയൊരു കൂടാരത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ചുരത്തിൽ കൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. കാരണം ഒരുപാട് ഹെയർ പിന്നും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ടൈമിൽ. അപ്പം കുരങ്ങന്മാരെ മാത്രമല്ല കേട്ടോ, കുരങ്ങൻ ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു കൂടെ ഒക്കെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ഒരു മലമ്പാമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഈ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അതൊക്കെ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ചെറുത്തിൽ കൂടെ വരുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും, ആനേനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് വൈൽഡ് അനിമൽസിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ മാന ആയാലും അതങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. എന്നാലും നമ്മുടെ ആവണിക്കുട്ടി ഇതാ ചുരം കയറിയുന്ന ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ആൾക്ക് ഇതാ ഉറക്കം വന്ന് ഉണങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് കണ്ണടച്ചിരിക്കണം. അപ്പൊ കുറച്ചു നേരം ഉറങ്ങുമായിരിക്കും. ഇപ്പൊ ചുരമാണല്ലോ, അപ്പൊ ഒരുപാട് ഹെയർ പിന്നൊക്കെ ഉണ്ട്. ആൾ ഉറങ്ങട്ടെ, കണ്ണു തുറന്നോ, കണ്ണ് തുറന്നു അടച്ചു നല്ലോണം ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉറങ്ങാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പൊ ഉറങ്ങട്ടെ മോനൂസ് എന്തായാലും. നമുക്ക് കുറച്ചു നേരം ഉണ്ട് നമുക്ക് ചുരം ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെ. എന്തായാലും ചുരം കഴിയുമ്പോഴത്തേനും അതിനെ എണീക്കുമായിരിക്കും. ഒരു ചുരത്തിൽ കൂടെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് കാടും മലയും അതേപോലെ തന്നെ വനങ്ങളായാലും അങ്ങനെ എന്താ പറയാ, ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടു പോകാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ്. നോക്കി, ഇത് മന്ദംപൊട്ടി എന്ന് പറയുന്ന സ്ഥലമാട്ടോ. അപ്പൊ ഇവിടെ നോക്കി ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് മഴ തന്നെയാണ്. അപ്പൊ നോക്കി നല്ല പൊരുത്തനായിട്ട് വെള്ളമൊക്കെ പോണത്. ഞാൻ നോക്കി ഉറങ്ങി അടുത്ത വെള്ളം കണ്ടപ്പോഴത്തേനും ഞെട്ടി എണീച്ചിരിക്കും കേട്ടോ. മുമ്പ് കണ്ടോടെ പൊന്നെ, നീ ഉറങ്ങിയിരുന്നില്ലേ അപ്പോ? അങ്ങ് അവിടെ തന്നെ കണ്ടേ. ഞാൻ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിട്ട് ആൾ ഞെട്ടിണീച്ചിട്ട് ഉമ്പ് എന്ന് പറയാം. എന്തായാലും കാണാൻ പറ്റിയിട്ടോ ആൾക്ക്. കാരണം ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക്. കണ്ടോടെ പൊന്നാ വെള്ളം. നമുക്ക് അങ്ങ് പോകുമ്പോ കാണാട്ടോ. ഉറക്കൊക്കെ കഴിഞ്ഞോ? ഞാൻ വിചാരിച്ചത് ഇപ്പൊ നീക്കിണ്ടാവില്ല. ഇനിയിപ്പോ എന്തായാലും നല്ല ഉറക്കാണല്ലോ. അപ്പൊ എന്തായാലും ഉറങ്ങുന്ന വിചാരിച്ചു. ചോരവും കൂടി ആണല്ലോ. അപ്പം ചോര ആയതുകൊണ്ട് ഇനി ടയർഡ് ആവണ്ടെന്ന് ഉറങ്ങിട്ട് വിചാരിച്ച് നീപ്പിക്കാതെ ഇരുത്തിയിരിക്കുന്നത്. എന്തായാലും നീച്ചിട്ടുണ്ട് ആളെന്തായാലും. നമുക്ക് ഇപ്പോൾ സമയം ഒരു 6:30-7 മണി ഒരു സെറ്റപ്പിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചുരത്തിൽ കൂടി കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നട്ടുച്ചയ്ക്കായാലും നമുക്ക് ഈ ഒരു വ്യൂ തന്നെയായിരിക്കും കേട്ടോ. കാരണം ചില ടൈമിലാണെങ്കിൽ കോട ഫുള്ളും കൂടി നമുക്ക് ഒന്നും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടി. അപ്പോൾ ഇന്നൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ ആണെന്ന് പോകുന്നുണ്ടെങ്കിൽ ഫുൾ നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അത്രയും ഫോഴ്സിലിങ്ങനെ നല്ല ഫോഴ്സിലായിരിക്കും കേട്ടോ കോട മൂടിയിട്ടുണ്ടാവുക. ഇപ്പം തന്നെ ഇതാ പകുതി കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. മുമ്പ് അമ്മ അവിടെ ഇതിൽ കാണിച്ചിട്ടോ പറഞ്ഞാ മുമ്പ് കണ്ടോ? കാണാം. നോക്കി വള്ളിക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണം. നമ്മൾ ടിവിയിലൊക്കെ സിനിമകളിലൊക്കെ കാണാറില്ല, അതേപോലത്തെ ഒരുപാട് നമുക്ക് ഇങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ മരങ്ങളിൽ കൂടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തേ ഇഷ്ടമായിടോ പൊന്നാ? അതാ കോട അതാ പക്ഷികളൊക്കെ അതാ കുറേ പറന്നു പോകുന്നുണ്ട്. വൈകുന്നേരം ടൈം ഏകദേശം ആയിക്കോട്ടോ. നമ്മുടെ ആവണിക്കൂടി ഇതാ ഹായൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടിക്കാർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഹായ്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ. ഹായ് പറഞ്ഞേ. ഹായ്. അവനുകൂടി ചാറ്റ പോവാടാ. ഹായ്. ഇനി ആർക്കും ഹായ് തന്നില്ല അതുള്ള പരാതി ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ അവനുകൂടി ഹായ് തന്നിട്ടുണ്ട്. ഹായ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ചോര കയറിയപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു. നമ്മുടെ അവിടത്തേനേക്കാളും തണുപ്പൊന്നുമില്ല. അപ്പൊ അത്രയും നല്ല ഫോഴ്സിൽ കോടയും കൂടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മലയൊക്കെ നോക്കി കവർ ആയിട്ടുണ്ട് കോടയൊക്കെ. ഞാൻ ഒന്ന് കാണിച്ചു തരാം അവിടുത്തെ ഒരു വ്യൂ. ആ ഒരു പാറയിൽ കൂടെ ഒരുപാട് ഈ ഒരു നീല ചെറിയ പൂക്കള് ഇങ്ങനെ മഴയും കൂടി ആകുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ നമ്മൾ വന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വളവാട്ടോ, യെസ് വളവ്. അപ്പൊ ഇവിടെ എപ്പോഴും നമുക്ക് എത്ര മഴ ആയാലും എത്ര വെയിലാണെങ്കിൽ ഈ ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ടാവും കേട്ടോ. അതാ നോക്കിയ കുരങ്ങന്മാരുണ്ട് കേട്ടോ കുറെ. നമ്മുടെ ആവണിക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിയൊരു ഭിത്തിയിലായിട്ട് ഒരുപാട് പെയിന്റിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് രസമല്ല, നമ്മുടെ അട്ടപ്പാടിയിട്ട് തനതായ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാട്ടോ ഈ ഒരു പെയിന്റിങ് വരച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. നോക്കിയ മേളീന്ന് ഒരു ഉറവീന്ന് വരുന്ന ഒരു വെള്ളം കേട്ടോ. നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് അല്ലേ. ആ ഒരു പാറയുടെ മേളിൽ കൂടി ഇങ്ങനെ നല്ല തെളിനീരുറവ് പോലെ.
നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉറവകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമുക്കിത് ഇതുവരെ കാണാൻ പറ്റാത്ത പോലത്തെ ഒരുപാട് ഉറവകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഉറവിൽ നിന്നൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നതാണ്. അവിടെ ഇങ്ങനെ പതഞ്ഞ് നുരഞ്ഞ് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് വീണ്ടും ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. മുമ്പ് അത് അങ്ങ് നോക്കിക്കോ. മുമ്പ് കാണിച്ചു തരാം അമ്മ. നല്ല ഫോഴ്സിലാട്ടോ നുരഞ്ഞ് പതഞ്ഞ് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിട്ട്. നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിലും കുറച്ച് ശോകം തന്നെയാട്ടോ. കാരണം ഒരുപാട് കുഴികളും കട്ടറൊക്കെ ആയിട്ട് നമുക്ക് ടൂ വീലറുകാർക്കായാലും ഫോർ വീലർ ആയാലും ഒക്കെ നല്ല പാടാട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. മലയിന്ന് മേൽഭാഗത്ത് ഇങ്ങനെ ഒരു പാറയിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങണ കാണാൻ പ്രത്യേക രസാട്ടോ. അത്രയും തെളിഞ്ഞിങ്ങനെ നല്ല നല്ല അടിപൊളിയായിട്ട്. ഇതും അതുപോലെ ഒരു കിടിലൻ സ്പോട്ടാണ്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിനാട്ടോ ഈ ഒരു വെള്ളം വരുന്നത്. ഫുള്ള് പാറകൾ കൂടെ ഇങ്ങനെ അതിൽ കൂടെ ആണെങ്കിൽ കുറേ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറില് ഒരു വയലറ്റ് കളറാന്ന് തോന്നുന്നു. നല്ല രസമാട്ടോ. പൂക്കളുടെ മേലെ കൂടെ ഇങ്ങനെ തട്ടിയിട്ട് ഒരു തണുത്ത വെള്ളം ഇങ്ങനെ വരുന്ന കാണാൻ. അതേപോലെ തന്നെയാണ് ഗൈസ് ഇത്. ഇവിടെയൊക്കെ നമുക്ക് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ബ്ലോക്ക് ആയിരിക്കും. കാരണം ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്നിട്ട് നോക്കി എന്ത് ഹൈറ്റിൽ നിന്നല്ല ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത്. എനിക്ക് ഇറങ്ങി കാണിക്കണം എന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ടൈം പോയതുകൊണ്ടാണ്. കാരണം ഇറങ്ങി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. പറ്റുവാണെങ്കിൽ വേറെ ഒരു ദിവസം കാണിക്കാം. നല്ല ഫോഴ്സിലൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെ പറയണ്ട കേട്ടോ. അത്രയും നല്ല ഇപ്പം അപ്പുറത്ത് കൂടെ നമ്മൾ വണ്ടിയും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലേക്ക് വരങ്ങി തെറിക്കുന്ന രീതിയിലാണ് അത്രയും ഫോഴ്സിൽ ഇങ്ങനെ അത്രയും ഹൈറ്റിൽ നിന്നാണല്ലോ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് താഴേക്ക് പതിക്കുന്നതായാലും. വെള്ളം കണ്ടതോടുകൂടി നമ്മുടെ ആവണിക്കുട്ടിയുടെ ഉറക്കൊക്കെ പോയിട്ട് ആള് കുറച്ചുകൂടി ഉഷാറായി തന്നെ പറയട്ടെ. കാരണം ഓരോ വളവ് കഴിയുമ്പോഴും അടുത്ത് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. വെള്ളം ഇങ്ങനെ നല്ല ഫോഴ്സ് ആണ്. അങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആവണിക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയിട്ട്. അപ്പോൾ ആ വെള്ളം കണ്ടതോടുകൂടി എൻ്റെ പൊന്നിൻ്റെ ഉറക്കൊക്കെ പോയിട്ടുണ്ട്. അടുത്ത വെള്ളം ഇനി ഇതപ്പം വരും കേട്ടോ. എന്താ പറയുക, തുടരെ ഇങ്ങനെ എല്ലാ പാറകളും അതായത് കുറേ കണ്ടുവിടും നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വിടും. അപ്പോൾ ആവണിക്കുട്ടിക്ക് ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അത്രയും പെട്ടെന്നായിട്ട് അടുത്തൊരു വെള്ളം കൂടി ഇങ്ങനെ ഒഴുകുന്നതാണ്. അപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്നാലും ഉറക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയല്ലോ. അതുകൊണ്ട് തന്നെ റൂട്ടിലായാലും ഇപ്പോൾ നമ്മൾ നേരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. റോഡ് പല സ്ഥലങ്ങളിലായിട്ട് മരങ്ങളൊക്കെ വീണിട്ട് ഒന്ന് റെഡിയാക്കി ഇട്ടതൊക്കെ കണ്ടിട്ട് കുറേ മരങ്ങൾ വീണിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് വഴിയൊക്കെ ഇങ്ങനെ വീഴുമ്പോഴാണല്ലോ നമുക്ക് കറണ്ടിനൊക്കെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളുണ്ടല്ലോ. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ വീണത്. ഇങ്ങനെ തുടരെ മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടൊക്കെ പോവുക. എന്നാണ് പിന്നെ പറയണേ, എവിടെ വെള്ളം എവിടെ ഉപ്പ് എവിടെ അടുത്തത്? ഇപ്പോൾ വരും കേട്ടോ.
ആവണിക്കുട്ടി ആകാംക്ഷയുടെ മുമ്പ് അടുത്ത് മുമ്പ് വരുന്നത് നോക്കിയിരിക്കുവാണേ. വരും ഇപ്പൊ തന്നെ വരും കേട്ടോ. പിന്നെ അതാ ഈ റോട്ടിൽ കൂടെ വരുന്നതായിരുന്നതാ ആ ചെറിയൊരു ഭാഗത്ത് കൂടി ഉണ്ട് കേട്ടോ. വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. അവിടെ ഫുള്ളായിട്ട് പുക പോലെ കാണുന്നുണ്ട്. അതിന്റെ അറ്റത്ത് വലിയൊരു പാറയാണ്, നല്ല ഹൈറ്റിലായിട്ടോ ആ ഒരു പാറ പോയിരിക്കുന്നത്. അതിന്റെ അറ്റം എവിടെയെന്ന് വെച്ചാൽ കുറേ അങ്ങാട്ടോ ഗൈസ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും അതിന്റെ ഒരു അറ്റം ഇതുവരെ കണ്ടിട്ടുണ്ട്. കാരണം അത്രയും നല്ല ഹൈറ്റിലാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പോ എത്ര അടി താഴ്ച ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയും നല്ല ഹൈറ്റിലാണ് ഇത് കാണുന്നത്. ഫുള്ള് ഇപ്പൊ ഫോഗ് കൊണ്ട് മൂടിയിരിക്കുവാണേ. അപ്പുറത്ത് മുമ്പുണ്ടായിരുന്നു. മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ കാറ്റും എല്ലാം ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ടൈമിലൊക്കെ ആയിട്ട് നമ്മുടെ അട്ടപ്പാടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരാറുള്ളത്. അപ്പം എന്നാലും എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ട് ഇരിക്കുകയാണ്. കാരണം വേറെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും എല്ലാവരും നല്ല കെയർഫുൾ ആവാൻ തന്നെ നമുക്ക് പല അപകടത്തിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വലിയൊരു സൊല്യൂഷൻ കിട്ടിയിട്ട്. കാരണം ഒന്നുമല്ല, നമ്മുടെ ഈ അടുത്ത് തന്നെ നമ്മളിവിടെ അട്ടപ്പാടിയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള 2 പിള്ളേർ നമ്മുടെ ഭവാനിപ്പുഴ ഉണ്ടല്ലോ. അപ്പോൾ നല്ല മഴ പെയ്തോടുകൂടി വെള്ളം പുഴയിലൊക്കെ ആയാലും പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല ഒഴുക്ക് തന്നെ ആയിരിക്കും. ഭവാനിപ്പുഴയിലും അതുപോലെ തന്നെ ശിരുവാണിലൊക്കെ നല്ല ഒഴുക്കായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അട്ടപ്പാടിയിലുള്ള 2 പുഴകളാണത്. അപ്പോൾ ഇതെല്ലാം അവിടെ വന്നിട്ട് ഒലിച്ചു പോയിന്നൊക്കെ കേട്ടോ നമ്മൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. കാരണം നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. കാരണം ഇങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓരോ അപകടങ്ങളൊക്കെ പറ്റുമെന്ന് പറയുമ്പോൾ എന്തായാലും എല്ലാവരും അത്രയും നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും തെന്നലും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ആ ഒരു ചുരത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വെള്ളം കണ്ടില്ലേ. ആ ഒരു വെള്ളം ഫുള്ള് പുഴയാണ്, നമ്മുടെ ആനമുളി പുഴയാണ് ഇത്. ഇത് കണ്ടപ്പോൾ ഇതാ നമ്മുടെ ആവണിക്കുട്ടി വണ്ടിയിലതാ മടിയിൽ നിൽക്കുവാണേ. ഇതാ ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാലും കുറച്ചുകൂടി പോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴും മഴ കാര്യങ്ങളൊന്നുമില്ല, തണുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.